അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ബ്യൂട്ടി ടിപ്പ് പറഞ്ഞുതരാനായിട്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ സൂര്യ സ്പായിലെ സൂര്യ ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് സൂര്യ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പം ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇത് 6 വർഷമായി തുടങ്ങി. ഓക്കെ. ഇവിടെ ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഹെയറിന്റെ കാര്യങ്ങളാണ്. ഹെയർ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, കളറിംഗ്. ഓക്കെ. അതാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആൾക്കാർ കൂടുതലും വരാറുള്ളത് ഹെയറിന്റെ കാര്യങ്ങൾക്കാണ് അല്ലേ? അപ്പൊ ഞാൻ കേട്ടു ചേച്ചി ബ്രൈഡൽ വർക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണെന്നൊക്കെ. അതും ചെയ്യാറുണ്ട്. ഓക്കെ. ഇത് രണ്ടുമാണ് ഞാൻ ചെയ്യാറ്. സ്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് ഉണ്ട്. ഓക്കെ ഓക്കെ. എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? ഇവിടെ 3 സ്റ്റാഫ്. 3 സ്റ്റാഫ് ഉണ്ട്. അപ്പം എപ്പോൾ ആള് വന്നാലും എല്ലാവരും റെഡിയാണല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി എന്താണ് കാണിക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ സ്മൂത്തനിങ് ആണ് കാണിക്കാൻ പോകുന്നത്. സ്മൂത്തനിങ്. ഇപ്പം ഒരുപാട് പേര് ഇപ്പം ചുരുണ്ട മുടിയുള്ളവരൊക്കെ സ്മൂത്തനിങ് ചെയ്യാറുണ്ട്. എന്നാൽ നേരെ തിരിച്ചും അല്ലേ, കേൾസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സ്മൂത്തനിങ് ആണ്. ഓക്കെ. ഗംഗ വന്നിരിക്കുന്നത് സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കൺസൾട്ടേഷൻ ആണ് ചെയ്യുന്നത്. മുടിയുടെ ഷേപ്പ് നോക്കും, മുടി ടെക്സ്ചർ എങ്ങനെയാണ്, അവർ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാ, ഷാംപൂ ഏതാ, നേരത്തെ കളറിങ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഏത് ക്രീമാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പല പല ക്രീം ഉണ്ടല്ലേ സ്മൂത്തനിങ്ങിന് തന്നെ നമുക്ക് വിർജിൻ ഹെയറിന് ഒരു ടൈപ്പ് ക്രീം ഉണ്ടാവും, പിന്നെ അല്ല സെൻസിറ്റൈസ്ഡ് ഹെയറിന് വേറെയാണ്. അങ്ങനെ ഓരോ ടൈപ്പ് ഹെയറിന് ഓരോ ക്രീം ആയിരിക്കും. അപ്പം വിർജിൻ ഹെയർ ആണെങ്കിൽ ക്രീമിന്റെ സ്ട്രെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. മറ്റത് അത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോ ഏത് ഹെയർ ആണ്? ഇത് ഇപ്പം നന്നായിട്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടോ, എല്ലാം ചോദിക്കണം. കുറെ സെറ്റ് ഓഫ് ഡീറ്റെയിൽ ആയിട്ട് അവർ എന്തൊക്കെയാണ് ഹെയറിൽ ചെയ്യുന്നത് ചോദിച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. അതായത് ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താലും ശരിയാവില്ല അല്ലേ? കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണല്ലേ, സിനിമയിൽ ആരെങ്കിലും എനിക്ക് അതുപോലെ ആക്കണം എന്ന് വേണ്ടിട്ട്. അപ്പൊ അത് ശരിയല്ല അല്ലേ? കൺസൾട്ട് ചെയ്ത് നമ്മുടെ മുടിക്ക് ഏതാണ് നല്ലത് നോക്കിയതിനു ശേഷം മാത്രമേ ചെയ്യുന്നത്. ഇപ്പം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കുറച്ച് ഭാഗം ഹെയർ കളർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇപ്പം മുടിയിൽ ഇപ്പം എന്തെങ്കിലും കോട്ടിംഗ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. കുറച്ച് മുടി എടുത്തതിന് ശേഷം നമ്മൾ റൂട്ട് മുതൽ ചെയ്ത് നോക്കണം. റൂട്ടിൽ എന്തെങ്കിലും സെഡിമെന്റ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് പൗഡർ ആയിരിക്കും കിട്ടുന്നത്. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പം ഇത് നോക്കുമ്പം ഹെയറിന്റെ മിഡ് ലെങ്ത് മുതൽ എൻഡ് വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വൈറ്റ് ആയിട്ടുള്ള പൗഡർ തന്നെയാണ് വരുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. വാക്സ് പോലെ ഒരു പൗഡർ പോലത്തെ ഒരു സംഗതി വരും അല്ലേ? ഓക്കെ. അത് നമ്മുടെ ക്യൂട്ടിക്കിളാണ്. നമ്മൾ ഈ ഹെന്ന ചെയ്യുമ്പോൾ ക്യൂട്ടിക്കിളിന്റെ പുറത്ത് ഒരു കവറിങ് വരും. ഈ കവറിങ് ആണ് നമുക്ക് ഈ ക്യൂട്ടിക്കിൾ റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പൗഡറായിട്ട് കളേർഡ് പൗഡറായിട്ട് വരുന്നത്. ഓക്കെ. ഇതിപ്പോ ഹെന്നയൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വൈറ്റ് പൗഡറായിട്ട് കിട്ടുന്നത്. പിന്നെ ഹെയർ കുറച്ച് ഡ്രൈ ആണ്. അപ്പം നമ്മൾ അതിനുശേഷം ഇപ്പം സ്മൂത്തനിങ് കഴിഞ്ഞിട്ടും ആഫ്റ്റർ കെയർ നമ്മൾ നന്നായിട്ട് ചെയ്യണം. ഇപ്പം മന്ത്ലി സ്പാ പറയുന്നുണ്ട്. മന്ത്ലി സ്പാ. പിന്നെ നമ്മൾ ഇവിടെ സ്ട്രെയിറ്റനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രോഡക്റ്റ് വെച്ചിട്ടാണോ സ്മൂത്തനിങ് ചെയ്യുന്നത് അതിന്റെ തന്നെ ആഫ്റ്റർ കെയർ ഷാംപൂ ആൻഡ് മാസ്ക് ഉണ്ട്. അത് തന്നെ യൂസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ഡ്രൈനെസ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ നല്ല കട്ടിയുള്ള മുടിയും കൂടിയാണ്. കട്ടിയുള്ള മുടിയാണ്, നല്ല തിക്ക് ഹെയർ ആണ്. അപ്പം തിക്ക് ഹെയർ ആണ്. പക്ഷെ ഇപ്പൊ ഗംഗയ്ക്ക് കുറച്ച് അറ്റം കുറച്ച് കേളായിട്ടിരിക്കുന്ന പോലെ തന്നെ സ്മൂത്തൻ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം ഹെയർ കട്ട് ചെയ്യാം. ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഹെയർ വാഷ് ചെയ്യണം. ഹെയർ വാഷ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഹെയർ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. അപ്പൊ ചേച്ചി ഇതിപ്പം എന്ത് വെച്ചിട്ടാണ് ഹെയർ വാഷ് കൊടുത്തിരിക്കുന്നത്? ഇത് നമ്മളുടെ സ്കാൽപ്പും ഹെയറും നോക്കിയിട്ടാണ് ഹെയർ വാഷ് ചെയ്തിരിക്കുന്നത്. സ്കാൽപ്പിൽ കുറച്ചൊരു ഡാൻഡ്രഫ് ഉണ്ട്. പിന്നെ കുറച്ച് ഓയിലി ഇതായിരുന്നു. സ്കാൽപ്പ് കുറച്ച് ഓയിലി ആയിരുന്നു. അപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള ഷാംപൂ യൂസ് വാഷ് ചെയ്ത്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണല്ലേ, നമ്മുടെ ഹെയറിനനുസരിച്ചിട്ട് ഹെയറിന് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് വേണം അതിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ യൂഷ്വലി നമ്മൾ ഷാംപൂ ഇടുമ്പോൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇന്ന് നമുക്ക് സ്മൂത്തനിങ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടില്ല. ഓക്കെ. ആദ്യം നമ്മൾ ഹെയർ പാർട്ടിങ് ചെയ്യണം. സെക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫോർഹെഡ് മുതൽ നെയ്പ്പ് വരെ ഒരു
സെക്ഷൻ എടുക്കണം. ഓക്കെ, മിഡിൽ പാർട്ടീഷൻ ആണോ ചെയ്യുന്നത്? മിഡിൽ പാർട്ടീഷൻ ആദ്യം ചെയ്യണം. മിഡിൽ പാർട്ടീഷൻ അത് പ്രൊഫൈൽ പാർട്ടിംഗ് എന്നാണ് പറയുന്നത്. പ്രൊഫൈൽ പാർട്ടിംഗ് ചെയ്തു. ഓക്കെ, പ്രൊഫൈൽ പാർട്ടിംഗ്. ദെൻ അപ്പൊ നമ്മുടെ പുള്ളിക്കാരത്തിക്ക് കുറച്ച് വേവി ആയിട്ട് അടിയിൽ കിടക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഒരു ലെയർ കട്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്മൂത്തൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു യു കട്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളൊരു റേഡിയൽ പാർട്ടിംഗ് ചെയ്യും. ഓക്കെ, റേഡിയൽ പാർട്ടിംഗ് എന്ന് റേഡിയൽ പാർട്ടിംഗ് ക്രൗൺ മുതൽ നമ്മുടെ ചെവി വരെയുള്ള പാർട്ടിങ്ങിനെയാണ് നമ്മൾ റേഡിയൽ പാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്ത് കട്ടാണ് ചെയ്യാൻ പോകുന്ന മുടിയിൽ? ലെയർ കട്ടാണ്. ലെയർ കട്ടാണ്. ഓക്കെ. ഈ ഹെയർ സ്റ്റൈലിലും ഹെയർ കട്ടിലൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഏത് ടൈപ്പ് ഹെയർ കട്ടാണ് ചേച്ചി? അങ്ങനെയില്ല, ട്രെൻഡിങ് ഹെയർ കട്ട് എന്ന് പറയുന്നതില്ല. നമ്മുടെ ഫേസിന് എങ്ങനെയാണോ ചേരുന്നത് അതുപോലെ നമ്മൾ ഹെയർ കട്ട് ചെയ്ത്. ഇപ്പം നല്ല ഓവൽ ഷേപ്പാണ് ഫേസിനെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ഫ്രിഞ്ചസ് നന്നായിട്ട് ഒന്ന് ഒതുക്കാൻ വേണ്ടി, അതായത് ആ നീളം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫ്രിഞ്ചസ് ഇവിടെ നിന്ന് ഈ നമ്മുടെ ഈ നെറ്റിന്ന് ഇങ്ങനെ കിടക്കുന്ന പോലെ ഫ്രിഞ്ചസ് ചെയ്യാൻ പറ്റും. അതും നമ്മുടെ മുടി അനുസരിച്ചിട്ടാണ്. നല്ല കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫ്രിഞ്ചസ് ചേരില്ല. അത് പിന്നെയും മുകളിലോട്ട് പിന്നെ നമുക്ക് റൗണ്ട് ഫേസ് ആണ്. ഇപ്പൊ ഇവിടെയൊക്കെ കൂടുതൽ വൈഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ക്വയർ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർവേഡ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റും. ഫേസ് ഫ്രെയിമിംഗ് എന്ന് പറയുന്ന ഒരു കട്ട് ഉണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമുക്ക് സ്ക്വയർ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ കുറച്ചൊന്ന് കൺസീൽ ചെയ്യുന്ന പോലെ നമ്മൾ മേക്കപ്പിൽ കൺസീലിംഗ് ചെയ്യുന്ന മാതിരി തന്നെയാണ് ഹെയറും ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുകയാണ് അല്ലേ? പാർട്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഓരോ സെക്ഷനായിട്ട് വെക്കണം. ഇപ്പം നമ്മളിത് ഓക്സിപിറ്റൽ ബോണിന്റെ താഴെയുള്ള ഭാഗം മാത്രം താഴോട്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, അത് അവിടെയാണ് നമ്മുടെ ഗൈഡ് ലൈൻ, താഴെയുള്ള ഗൈഡ് ലൈൻ വെക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇത്രയും ഭാഗം കഴിഞ്ഞ് ബാക്കിയെല്ലാമാണ് നമ്മൾ പാർട്ടീഷൻ ചെയ്തത്. അതെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യണം. രണ്ട് സൈഡും ഒരുപോലെ ചെയ്തു പോവാം. കോമ്പ് പിടിക്കുന്നതും നമ്മൾ സെക്ഷൻ എടുക്കാൻ ഒരു പാർട്ടും കോമ്പ് ചെയ്യാൻ വേറെ പാർട്ടുമാണ് യൂസ് ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ കോമ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അറിയില്ലായിരിക്കും അല്ലേ? ലെയർ നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ചെറിയ ലെയേഴ്സേ കൊടുത്തിട്ടുള്ളൂ, ഒരുപാട് വലിയ ലെയേഴ്സ് കൊടുത്തിട്ടില്ല. ചെറുതായിട്ട് എൻഡിൽ കുറച്ച് ഇത്രയും നീളത്തിൽ ലെയേഴ്സ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഈ മുടി രണ്ട് ടൈപ്പ്, ഈ മുടിയിൽ തന്നെ നമുക്ക് രണ്ട് ക്രീം അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ ബർഗണ്ടി കളർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഹെയർ ആണ്. നമുക്ക് അവിടെ ഒരു പ്രീ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് വേണം സ്മൂത്തനിങ് ക്രീം അപ്ലൈ ചെയ്യാൻ. ബാക്കി ഹെയർ വിർജിൻ ഹെയർ ആണ്. അപ്പം ഹൈലൈറ്റ് ചെയ്ത ഭാഗത്ത് മാത്രം വേറെ ക്രീം വേറെ ക്രീം യൂസ് ചെയ്യേണ്ടി വരും. ആ ക്രീം യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ക്രീമിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രീ ട്രീറ്റ്മെന്റ്, അത് മുടി ഒന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് വേണം ക്രീം ഇടാൻ വേണ്ടി. ഒരു പ്രീ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടിയിൽ ക്രീം പുരട്ടാൻ വേണ്ടിയിട്ട് പാർട്ടീഷൻ എടുത്ത് മാറ്റി മാറ്റി വെക്കുകയാണ്. ഓക്കെ, സ്കാൽപ്പിൽ തട്ടാതെ വേണം അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുമ്പോൾ 1 ഇഞ്ച് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് ഒരുപാട് തിക്കായിട്ട് മുടി എടുക്കരുത്. തിക്നെസ് കുറച്ചിട്ട് മുടി എടുക്കുക. മുടി എടുത്തതിന് ശേഷം നമ്മൾ ക്രീം ഇവിടെ ബൗളിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ക്രീം മാത്രം ബ്രഷിൽ എടുത്താൽ മതി. എടുത്തിട്ട് 1 ഇഞ്ച്
നമ്മള് എൻഡിൽ നമുക്ക് കുറച്ച് കേൾസ് വേണം. അപ്പൊ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ഫുൾ ലെങ്ത് അപ്ലൈ ചെയ്യണ്ട, എൻഡ് കുറച്ച് വിടണം. എന്നിട്ട് നന്നായിട്ട് ഇമൾസിഫൈ ചെയ്യണം ക്രീം. ക്രീം എല്ലാം തേച്ച് സെറ്റ് ആക്കി വെച്ചു. എന്നിട്ട് എത്ര നേരം കഴിഞ്ഞിട്ടാണ് ചേച്ചി നമ്മൾ വാഷ് ചെയ്തത്? നമ്മൾ വിഷ്വൽ ചെക്കായിരുന്നു ചെയ്തത്. 20 മിനിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ 10 മിനിറ്റ്സ് കഴിയുമ്പോഴേ നമ്മൾ ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ഹെയറിന്റെ എലാസ്റ്റിസിറ്റി നോക്കണം, നന്നായിട്ട് വലിഞ്ഞു വരുന്നുണ്ടോ. അതിനൊരു ടെക്നിക് ഉണ്ട്, നമുക്ക് നോക്കാനുള്ള ഒരു ടെക്നിക് ഉണ്ട്, പുള്ളി ചെയ്ത് നോക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇത് പ്രോസസ് ആയിരുന്നു. അങ്ങനെ പോയി വാഷ് ചെയ്തു. വാഷ് ചെയ്യുന്നത് ചെറു ചൂടുവെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഈ ഷാമ്പുവോ അങ്ങനെ എന്തെങ്കിലും? ഷാമ്പു ഒന്നും യൂസ് ചെയ്യില്ല. ഹോട്ട്, അതായത് ലൂക്ക്വാം വാട്ടറിലാണ് വാഷ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രീം അത്രയും സ്ട്രോങ് ആണ്. സ്ട്രോങ് ക്രീമാണ് നമ്മുടെ ഹെയറിന്റെ സെക്കൻഡ് ലെയർ വരെ ഇത് പെനിട്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഫുള്ളായിട്ട് കളയണം എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. അതും ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ വാഷ് ചെയ്യണം. എന്നാലേ ആ ക്രീം ഫുള്ളായിട്ട് പോകും. അതിനുശേഷം ഒരു മാസ്ക് അപ്ലൈ ചെയ്യണം. ഹെയർ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഒരു മാസ്ക് അപ്ലൈ ചെയ്തു. ഒരു 5 മിനിറ്റ്സ് വെച്ച് നന്നായിട്ട് റിൻസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഈ മാസ്കും എല്ലാവർക്കും സെയിം മാസ്ക് തന്നെയാണോ? സ്മൂത്തനിങ് ചെയ്യുന്ന എല്ലാവർക്കും സെയിം മാസ്ക് തന്നെയാണ്. മാസ്ക് ആക്ച്വലി നമ്മുടെ മുടിയെ കുറച്ചും കൂടെ നന്നാക്കാനുള്ള സാധനമാണ്. അത് എല്ലാ ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യാം. അപ്പൊ മാസ്കും വെച്ച് കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? മാസ്ക് ഒരു 5 മിനിറ്റ്സ് മതി അല്ലേ? അപ്പൊ മാസ്കും നമ്മൾ കഴുകി കളഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇനി എന്താണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്? ഈ മുടി നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഒരു അയണിങ് കൊടുക്കണം. ഒരു ലോ ടെമ്പറേച്ചറിൽ അയണിങ് കൊടുത്താൽ മതി. കാരണം ഹൈ ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ മുടി നന്നായിട്ട് സ്ട്രെയിറ്റ് ആയി പോകും. അത്രയും സ്ട്രെയിറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നാച്ചുറൽ ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നേരത്തെ മാതിരി തന്നെ നമ്മൾ കുറച്ചൊന്ന് പാർട്ടീഷൻ ചെയ്യണം. പാർട്ടീഷൻ ചെയ്തതിന് ശേഷമാണ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലോ ഡ്രൈ കൊടുത്തതിന് ശേഷം എന്തെങ്കിലും മാസ്കോ ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അപ്ലൈ ചെയ്യണ്ട. ഒരു ഹീറ്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്യാം. ആദ്യം ഒന്ന് ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്യണം. ബ്ലാസ്റ്റ് ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ബ്ലോ ഡ്രൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലാസ്റ്റ് ഡ്രൈയും ബ്ലോ ഡ്രൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബ്ലോ ഡ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ റൗണ്ട് ബ്രഷ് ഒക്കെ വെച്ച് നന്നായിട്ട് സ്മൂത്തൻ ചെയ്തെടുക്കുന്നത്. ബ്ലാസ്റ്റ് ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വെറുതെ എല്ലാവരും കുളിച്ചിട്ട് അതുപോലെ ചെയ്യുന്നതിന്. അപ്പൊ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അപ്പൊ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ബ്ലോ ഡ്രൈന് ശേഷം നമ്മൾ അയണിങ് ആണ് ചെയ്യുന്നത്. അയണിങ് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നോ അത്രത്തോളം മുടി നന്നായിട്ട് കിടക്കും. അപ്പൊ അതിങ്ങനെ താഴേന്ന് തുടങ്ങി വേണം മുകളിലോട്ട് പോവാൻ അല്ലേ? മുകളിന്ന് റൂട്ടിന്ന് എൻഡ് വരെ ചെയ്യണം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അയൺ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഹെയർ ഫുൾ അയൺ ചെയ്തു. അപ്പൊ ഇനി നെക്സ്റ്റ് എന്താണ് ചേച്ചി? ഇനി നമുക്ക് ഒരു ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യണം. ന്യൂട്രലൈസർ. അതിങ്ങനെ ഹെയർ ഫുൾ അപ്ലൈ ചെയ്യാം. ഫുൾ അപ്ലൈ ചെയ്യാം. അപ്പൊ അത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ എത്ര നേരം വെച്ച്? 10 മിനിറ്റ്സ് വെച്ചാൽ മതി. 10 മിനിറ്റ്സ്. എന്നിട്ട് ഹെയർ വാഷ്. അതെ, നമ്മളിപ്പം ചെയ്ത പ്രോസസ്സിന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. നമ്മൾ ആദ്യം ബോണ്ട് ബ്രേക്ക് ചെയ്തു, അത് കഴിഞ്ഞ് അയൺ ചെയ്തു. ഇനി ബോണ്ടിനെ നമ്മൾ തിരിച്ച് ജോയിൻ ചെയ്യിപ്പിക്കും. ഈ ബോണ്ടിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹെയർ വാഷ് കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ചേച്ചി? ഓക്കെ. അപ്പൊ ഈ ഹെയർ വാഷ് എങ്ങനെയാണ് ചെയ്തത്? നേരത്തെ പോലെ ലൂക്ക് വാമിലാണോ? അല്ല, പ്ലെയിൻ വാട്ടറിൽ റിൻസ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഒരു 2 to 5 മിനിറ്റ്സ് ഒരു മാസ്ക് അപ്ലൈ ചെയ്തു. സെയിം മാസ്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. മാസ്ക് അപ്ലൈ ചെയ്തു. അതും റിൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീണ്ടും ബ്ലോ ഡ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്.
കഴിഞ്ഞു. പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി, ഫുൾ കംപ്ലീറ്റ് ആയി അല്ലേ? ഇനിയൊന്നുമില്ല. ഇനി ഹോം കെയർ ചെയ്താൽ മതി. അപ്പൊ ഇനി വീട്ടിൽ എന്ത് കെയർ ആണ് കൊടുക്കേണ്ടത്? ഹോം കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഷാംപൂ കണ്ടീഷണർ ഉണ്ട്, കുറച്ച് ക്വാളിറ്റി ഉള്ള ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യാം. അത് ഈ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ആയിട്ടുള്ള ഷാംപൂ കണ്ടീഷണർ ആണ്. ഓരോ ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന അതേ ഷാംപൂ കണ്ടീഷണർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് കൺസൾട്ട് ചെയ്തിട്ട് എങ്ങനെയാന്നുള്ളത് പറഞ്ഞു കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പം ആളുടെ ഒരു ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നല്ല ചുരുണ്ട മുടിയോടെ വന്നിട്ട് ഇപ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഫേസിന് തന്നെ നല്ലൊരു ഡിഫറൻസ് ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഒരു മേക്ക് ഓവർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ മനോഹരമായിട്ടൊരു മേക്ക് ഓവർ എപ്പിസോഡായിരുന്നു ഇപ്പോൾ കഴിഞ്ഞത്. അപ്പം ചേച്ചി ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.